ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൈനാപ്പിൾ ഉപ്പിലിടാൻ പോവാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് പൈനാപ്പിൾ ഉപ്പിലിടാൻ പോണ്. ഇത് നമുക്ക് ചെയ്യാലോ. അപ്പോൾ നമ്മൾ ഇന്ന് പൈനാപ്പിൾ ഉപ്പിലിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. ഉപ്പിലിട്ട് വച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഉപ്പിലിടാം. ആദ്യമായിട്ട് നമുക്ക് പൈനാപ്പിൾ അരിഞ്ഞ് ശരിയാക്കി വെക്കാം. അപ്പൊ അമ്മ ചെത്തണത് നോക്കിക്കണം. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല നാടൻ പൈനാപ്പിളാണ് ഇത്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറിൻ്റെ വീട്ടിൽ സെയിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ടീച്ചറിൻ്റെ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. നാടൻ പൈനാപ്പിളാണ്, അവരുടെ വീട്ടിലെ കൃഷിയാണ്. അങ്ങനെ നന്നായിട്ട് തോടെല്ലാം ചെത്തിയതിന് ശേഷം പ്ലേറ്റ് എടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് സ്ലൈസ് ചെയ്യണം. സ്ലൈസ് ചെയ്യുകയാണ്. ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടുമ്പോൾ നന്നായിട്ട് ഉപ്പ് അതിനകത്തോട്ട് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അങ്ങനെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിടുകയാണ്. പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടത് നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത്, ടൂറൊക്കെ പോകുന്ന സമയത്തൊക്കെ അവിടെ വിൽക്കാനൊക്കെ വെച്ചിരിക്കുമ്പോൾ സ്ഥിരം ഞങ്ങൾ കഴിക്കാറുള്ളതാണ്. അപ്പോൾ അന്നേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു പൈനാപ്പിൾ ഉപ്പിലിട്ട് വീട്ടിലൊന്ന് കഴിച്ച് നോക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനും അതിനിടയ്ക്ക് വെച്ച് ഒരു സ്ലൈസ് എടുത്ത് കഴിച്ചു നോക്കാം. അപ്പോൾ ഉപ്പിലിടാനുള്ള പൈനാപ്പിൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉപ്പിലിടാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് സോൾട്ട് ഇടാം. ഇനി നമുക്ക് ചൂടാക്കിയ വെള്ളം തണുപ്പിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഉപ്പിലിട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു ഇതെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. അങ്ങനെ കുറച്ച് ദിവസം 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പൂസ് അത് പോയി എടുക്കുകയാണ്. എന്നും ചോദിക്കുമായിരുന്നു, ഉപ്പ് പിടിച്ചോ, ഉപ്പിലിട്ടത് എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നന്നായിട്ട് കുലുക്കിയിട്ടൊക്കെ എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ശരിയായിട്ടുണ്ടോ. അപ്പൂസിന് എരിവ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് മുളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. മുളകും കൂടി ഇട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. പക്ഷേ കുഞ്ഞിന് കഴിക്കുന്നതുകൊണ്ട് മുളക് ഇട്ടിട്ടില്ല. അങ്ങനെയാണ്. മുളകിടാത്തതിന് കാരണം അതാണ്. അപ്പോൾ മുളകിടാൻ ഇഷ്ടമുള്ളവർക്ക് മുളകും കൂടി ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയും കൂടെ ഒരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഓപ്പൺ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അപ്പൂസ് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. എന്നിട്ട് ആദ്യമായിട്ട് അപ്പൂസ് തന്നെയാണ് കഴിച്ചു നോക്കാൻ പോണത്. ബാക്കിൽ സ്പൂണ് അമ്മ എടുത്തത്
വായിൽ വെച്ചോ, സ്പൂൺ വായിലിട്. അങ്ങനെ വീഡിയോ അപ്പൂസ് എടുക്കണേ, കഴിച്ചു വീഡിയോ നോക്കി. അപ്പോൾ അപ്പൂസിന് ഇഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പൂസിന് ഈ ഉപ്പും അതുപോലെ തന്നെ പുളിപ്പൊക്കെ വലിയ ഇഷ്ടമാണ്. അങ്ങനെ അവൻ ആസ്വദിച്ച് കഴിച്ചു. എനിക്കും വെച്ച് തന്നു. ഇട്, അടുത്തെടുത്ത് കഴി. വെള്ളം എടുക്കാം, വെള്ളം. ഒന്നും കൂടെ എടുത്താ, ഒന്നും കൂടെ എടുത്ത് തിന്ന്. മോന് പൈനാപ്പിള് ഇഷ്ടപ്പെട്ടതോടൊപ്പം തന്നെ അതിട്ട് വെച്ചിരുന്ന വെള്ളം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഉപ്പാണല്ലോ അത്. അപ്പോൾ കൊച്ചുകുട്ടികൾക്ക് അങ്ങനത്തെ കഴിക്കാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ അവൻ ആ ഉപ്പിൻ്റെ പിടിച്ച വെള്ളവും കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് പിന്നെ കൊണ്ട് നടന്ന് തീരുന്നവരെ കഴിച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളായിരുന്നു. അതും നല്ല മധുരവും അതുപോലെ ഉപ്പും കൂടി ആയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.